ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കർക്കിടകം തീരുന്നതിന് മുന്നേ ഒരു ചേനയുടെ തണ്ടും കൂടെ തോരനുണ്ടാക്കാം. അപ്പം ഞാനിവിടെ ചാക്കിൽ നട്ടതാണേ. അപ്പോൾ അത് നമുക്കൊന്ന് ഇത് വന്നിട്ടുണ്ട്, 2 തണ്ട്. അതിലൊരു തണ്ട് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ 2 ചാക്കിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ചാക്കിലാണ് 2 തണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ 2 പച്ചമുളകും കൂടെ പറിച്ചെടുക്കണ്ടേ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത് 5-6 പച്ചമുളകും പറിച്ചിട്ടുണ്ട്. വെള്ളക്കാന്താരിയാണേ. ഇനി നമുക്ക് ഈ ചേനയുടെ തണ്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊന്ന് പൊളിച്ചെടുക്കാം. നമ്മൾ മുരിങ്ങക്ക കളയൂലേ, തൊലി കളയൂലേ, അതേപോലെ ചീന്തി വലിച്ചാൽ മതിയേ. പിന്നെ ഈ ചേമ്പിൻ്റെ താള് പോലെയല്ല, ഈ ചേനത്തണ്ടിന് ഭയങ്കര വഴുവഴുപ്പാണ്. അപ്പോൾ കുറേ പ്രാവശ്യം ഇതൊന്ന് കഴുകണം. നല്ല പോലെ വെള്ളത്തിൽ ഉലുമ്പി കഴുകണം. കഴുകി കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചേമ്പിൻ്റെ തണ്ടിന് പക്ഷേ അങ്ങനെയില്ല. അപ്പോൾ നമുക്ക് ചെറുതാക്കി തൊലി കളഞ്ഞെടുക്കാം. നല്ല ബലമാണ്. പക്ഷേ രുചിയുടെ കാര്യത്തിൽ കേമനാണ്. ചേമ്പിൻ്റെ താളിനേക്കാളും രുചിയാണ് ഈ ചേനയുടെ തണ്ടിന്. അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ നമുക്ക് വലിച്ചെടുക്കാം. ഇനി ഇതേപോലെ 3-4 ഇങ്ങനെ ചീന്തി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കണേ. കനം കുറച്ച് അരിഞ്ഞെടുക്കണം. ഈ അരിഞ്ഞിട്ട് വേണം നല്ലപോലെ കഴുകണേ. ചൊറിച്ചിലൊന്നുമില്ല. ഞാനിത് പണ്ടെങ്ങാനും കഴിച്ചേക്കണതാണ്. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം ഇത് കഴിക്കുന്നത്. അന്ന് നമ്മളല്ലല്ലോ ഉണ്ടാക്കുന്നത്, നമ്മുടെ അമ്മയല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാനുണ്ടാക്കിയപ്പോഴാണ് ഇതിന് ഭയങ്കര വഴുവഴുപ്പാണ് ഇതിന്. പക്ഷേ കഴുകി കഴിയുമ്പോൾ നല്ലതാണ്. കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 5-6 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇടുന്നില്ല കേട്ടോ. ഞങ്ങളിവിടെ തോരൻ വെക്കുമ്പം വെളുത്തുള്ളി ഇടാറില്ല. ഇതിലേക്കൊരു 5-6 വെള്ളക്കാന്താരിയാണ് ഇട്ട് കൊടുക്കണേ. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 2 തണ്ട് കറിവേപ്പില. എന്നിട്ട് പതുക്കെ ഒന്ന് ഒതുക്കിയെടുക്കണേ. ഒത്തിരി അങ്ങ് അരിഞ്ഞു പോകരുത്. ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടണേ. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ ഒതുക്കി വെച്ചിരിക്കുന്ന പച്ചമുളകും തേങ്ങയും ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പതുക്കെ ഒന്ന് ചൂടാവട്ടെ. പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ. ഇനി ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയുടെ കടയും കൂടി ഇട്ട് കൊടുക്കാം. തണ്ട്. അപ്പം ഞാൻ വെള്ളം ഊറിപ്പോവാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിലാണ് വെച്ചിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ തോരനുണ്ടാക്കുമ്പോഴത്തേനും നിറച്ച് വെള്ളമാകും. നല്ലപോലെ കഴുകിയെടുത്തത് കൊണ്ടേ, കഴുകി നല്ലപോലെ പിഴിഞ്ഞെടുക്കണം കൈ കൊണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. എന്നിട്ടൊന്ന് മൂടി വെക്കണം. ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ തീ നല്ലപോലെ കൂട്ടിയിട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ലപോലെ തീയൊക്കെ ഇല്ലെങ്കിൽ വാടി വെന്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ചൊറിച്ചിലുണ്ടാവും. അത് ഈ ചേമ്പിൻ്റെ താളെടുക്കുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെ ചെയ്യണം. വാടിപ്പോവരുത്. നമുക്കൊന്ന് മൂടി വെക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒതുങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വെന്ത് വന്നപ്പോഴത്തേനും. ഇനി ഞാനിതിലേക്ക് ഒരു കൂട്ടവും കൂടെ ഇടുന്നുണ്ട്. ഇതിപ്പോൾ അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെയാണെങ്കിലും നല്ല രുചിയാണ്.
ഞാനിവിടെ കുറച്ച് നമ്മുടെ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതിയേ. ഇതിട്ടാലും നല്ലതാണ്, ഇട്ടില്ലെങ്കിലും നല്ലതാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ചേന ഉള്ള ആൾക്കാരൊക്കെ 2 തണ്ട് ചേനയിലുണ്ടെങ്കിൽ ഒന്ന് കറി വെക്കുന്നത് നല്ലതാണേ. ഒരു തണ്ടുള്ളവർ മുറിക്കരുത്, 2 തണ്ടുള്ളവരെ മുറിക്കാവുള്ളൂ, ഒരു തണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ ആരും മറക്കരുത്. നല്ല രുചിയാണ്. അപ്പോൾ താങ്ക് യു.